السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ, നിർദ്ദേശനത്തെ, ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ಜೀವನಾಕೊಂಡು ಸ್ವಂತ ನಫ್ಸರ ಮರಕಂಟ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡುಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡುಲ್ಲ. ജീവനത്തെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനാക്കിയിട്ട് മരണപ്പെട്ടു പോകേണ്ട യഥാർത്ഥ മുത്തക്കന്മാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. പുരുഷത്തെ സത്യവിശ്വാസിമാരെ, ഞങ്ങളെല്ലാവരും ഡിസംബർ തിങ്കളിലെത്തിക്കറ് ഉള്ളത് 2025 ಇದರ ಅವಸಾನತೆ ತಿಂಗಳುಳ್ಳ ಅವಸಾನತೆ നാലിലെത്തിക്കറ് ഞങ്ങൾ ഉള്ളത്. ഈ സന്ദർഭത്തില് മനുഷ്യന്മാരില് ചില ആൾമാർ 2026 വർഷത്തെ സ്വീകരിക്കുകയായിട്ട്, ಖುಷಿಪಡುಗಬೇನಾയിട്ട്, ആനന്ദിക്കുകയായിട്ട് ಅದಕ್ಕುಲ್ಲೇ തയ്യാറെടുപ്പ് ആക്കിയിട്ടുള്ള ഒരു സന്ദർഭം എത്തിക്കുക. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെമ്മ പടപ്പുങ്ങൾ അല്ലാഹു പടച്ചിര. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ കുറിച്ചിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും കണ്ടെത്തുകയും മനസ്സിലാക്കുകയും അള്ളാഹു ബുദ്ധിശക്തിയെ കൊടുത്തത് മനുഷ്യക്ക് മാത്രമേ എത്തിക്കുന്നു. മനുഷ്യനല്ലാത്ത വേറെ ഒരു ജീവിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ബുദ്ധിശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. എന്നെങ്കിൽ ഇത്രമാത്രം ബുദ്ധിശക്തി ഉള്ള മനുഷ്യൻ എന്തുക ഞാൻ ഈ ഭൂമിക്ക് ಬಂದೆ, ഇന്ന് നക്ക് എവിടേക്ക് പോകണുണ്ട് ചൊന്തുള്ള യാഥാർത്ഥ്യത്തെ അവന് മറന്നുപോയി ഉണ്ടല്ല. വാസ്തവികമായിട്ട് ഒരു വർഷം കഴിയുമ്പോ
ഒരു വർഷം ചൊല്ലുമ്പോ 12 തിങ്കള് 360 ചില്ലറ നാളെത്തിക്കറ് ഞങ്ങൾ മുതൽ കടന്നു പോണ്ടത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോ ബുദ്ധിയുള്ള മനുഷ്യന്മാരായ ഞങ്ങ ചിന്തിക്കുള്ള വിഷയത്തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല നക്ക് നിശ്ചയിച്ച് വെച്ച് നന്റെ മേൽ നിർബന്ധമായിട്ട് തീരുമാനാക്കി വെച്ച് മരണ ചൊല്ലി യാഥാർത്ഥ്യത്തിക്ക് ನಾನು മുട്ട കടന്നു പോയിട്ടുള്ള ചൊല്ലിയത്. ഇത് വാസ്തവികതമായിട്ട് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന ഈ വിഷയത്തിക്കറ്. കാരണം ഒരു വർഷ 12 തിങ്കൾ ചൊന്നെങ്കിൽ ഒരു ചെറിയ കാലല്ല. ഞങ്ങളുടെ ജീവിതത്തില് വലിയ ഒരു കാലഘട്ടം എത്തിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞു പോണ്ടേ ചൊന്നെങ്കിൽ. കഴിഞ്ഞ ജനുവരി വെച്ചിട്ട് ഈ ഡിസംബർ തോൽത്തുള്ളിലേക്ക് എത്ര ആൾമാർ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയോರು, എത്ര ആൾ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയോರು. അതിൽ ആരോഗ്യത്തിലിന്നങ്ങ് ഇന്നോರು, സീക്കിലിന്നങ്ങ് ഇന്നോರು, പല രൂപത്തിലുള്ള ആൾമാർ അതിൽ ഇന്നോರು ആ മരണപ്പെട്ടു പോയതിൽ. അപ്പൊ ഇപ്പൊ ഈ ഡിസംബർ തിങ്കൾ ഞങ്ങൾ ഇരിക്കുമ്പോ കഴിഞ്ഞ ജനുവരി നോക്കിട്ടാകുമ്പോ ഈ ഡിസംബർക്ക് 12 തിങ്കൾ നണ്ടിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇട്ടിട്ട് പഠിപ്പാടുത്തേണ്ടത്. ഒരു മനുഷ്യൻ അവൻ എത്രാമത്തെ വർഷത്തില് ആ വർഷത്തെ ഏത് തിങ്കളില് ആ തിങ്കളുടെ ഏത് വാരത്തില് ആ വാരത്തില് ഏത് നാളില് എത്ര ഗಂಟೆല് എത്ര നിമിഷത്തില് എത്ര സെക്കൻഡില് ഏത് പക്കത്തില് അവന് മരിച്ചു പോന്ന് ചൊന്ത അള്ളാഹു തീരുമാനാക്കി വെച്ചിരാ. പല ആൾമാർ ഈ വിഷയത്തെ ഈ വാസ്തവികത്തെ മനസ്സിലാക്കിയിട്ടില്ല. പല ആൾമാർ വെച്ചിട്ട് ഞങ്ങൾക്ക് നാളെ കഴിഞ്ഞു പോയ പോലെ ആ വിഷയം ആരെ കിട്ടു ചൊന്തു എന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് പക്കത്തിൽ ഞാൻ മരിക്കണം ചൊന്തു അതൊക്കെ അള്ളാഹു ഉമ്മയുടെ ബൈത്തിലെ തീരുമാനാക്കി വെച്ചിട്ടായിരു. അത് ക്ലിയർ ആയിരു. അപ്പൊ ഇപ്പൊ നന്റെ മുന്നോട്ട് ഓരോ നാളുങ്ങ കഴിയുമ്പോ ഓരോ തിങ്ങളുങ്ങ കഴിയുമ്പോ ഓരോ വർഷം കഴിയുമ്പോ സഹോദരന്മാരെ ഞങ്ങൾ പോയിട്ടുള്ളത് ഞങ്ങളെ കബറ് കയറ്റിക്കരുത്. ഞങ്ങളെ കബറ് ഞങ്ങളെ മയ്യത്തടക്ക് ഞങ്ങളെ മയ്യത്ത് ബൈക്കർ പക്കുണ്ടല്ലേ കബറ് ചൊല്ലത് 6 അടി മണ്ണ് അതിന് മുട്ട പോയിട്ടില്ലേ ഞങ്ങ. അതല്ലേ ഖുർആൻ ചൊല്ലേ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅറിദൂൻ. ഇഖ്തറബ ലിന്നാസ് മനുഷ്യർക്ക് മുട്ട എത്തിയിട്ടുണ്ടല്ലോ ചൊല്ലി. ഇഖ്തറബ ചൊല്ലേ ഖരീബു അത് മുട്ടായിട്ടുണ്ടോ. ലിന്നാസ് മനുഷ്യർക്ക് മുട്ടായിട്ടുണ്ടോ എന്തിരെ ഹിസാബുഹും അവന്റെ ഹിസാബ് മുട്ട എത്തിയിട്ടുണ്ട് ചൊല്ല് വിശുദ്ധ ഖുർആൻ. ഏത് ഹിസാബു? അള്ളാഹുടെ മുട്ട നാളെ റബ്ബുടെ പക്കൽ അള്ളാഹുടെ കോർട്ടിൽ നിന്നിട്ട് ഞങ്ങളെ കണക്കെടുക്കില്ലേ, അള്ളാഹു ഹിസാബ് എടുക്കില്ലേ? അത് ഞങ്ങൾ 60 വർഷമാ 100 വർഷമാ എത്ര വർഷം ജീവിച്ചമാ അത്ര വർഷത്തെ ഹിസാബ് അള്ളാഹു നാളെ എടുക്കില്ലേ? ആ ഹിസാബ് അല്ല ചൊല്ലേ ഇഖ്തറബുൽ ഇന്നാസ് മുട്ട എത്തിയിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങടപ്പ 1447 വർഷത്ത് മുന്നോൾ അള്ളാഹു അപ്പ ചൊല്ലേ ആട്ടിക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ടിക അത്ര വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഈ ആയത്ത് ഓതറ. അപ്പൊ ഇന്ന് എത്ര മുട്ടായിട്ടുണ്ടോ ഞങ്ങൾ ഹിസാബ് എടുക്കരുത്. അള്ളാഹു അവന്റെ കോർട്ടിൽ നിപ്പട്ടി തല്ലേ മാലിക് യൗമിദ്ദീൻ ഞങ്ങൾ ഓതറ. പ്രതിഫല നാളുടെ അധിപത്യായിട്ടിക്കണം അല്ലേ, അന്നത്തെ ജഡ്ജ്മെന്റ് തന്നെ അവനായിട്ടിക്കറ. ആ അള്ളാഹു ഓരോ മനുഷ്യനെ വെച്ചിട്ട് അവന്റെ ഹിസാബ് എടുക്കുന്ന ഒരു നേരം ഉണ്ടല്ലേ, കണക്ക് എടുക്കുന്ന നേരം ഉണ്ടല്ലേ. അവന്റെ ദുനിയാവുടെ ജീവിതമായിട്ടുള്ള എല്ലാ വിഷയത്തെ സെക്കൻഡും നിമിഷത്തും ആ കണക്കെടുക്കുന്ന ടൈം ഉണ്ടല്ലേ. അള്ള ചൊല്ലേ ഇഖ്തറബു മുട്ടെത്തിയിട്ടുണ്ടോ എന്നെങ്കിൽ അള്ളാഹു പലക്ക് ചൊല്ലേ വഹും ഫീ ഗഫലത്തിൻ മുഅറിദൂൻ എന്നെങ്കിൽ അതിൽ ബഹുഭൂരി ആൾമാർ അശ്രദ്ധയിലുള്ളവർ. തന്റെ റബ്ബ് കണക്കെടുക്കുന്ന നാല് നക്ക് മുട്ട വന്നോണ്ടുണ്ടോ ചൊല്ല വിഷയത്തില് മനുഷ്യന്മാരില് ബഹുഭൂരി ആൾമാർ എന്തിടത്തുള്ളവരോ അശ്രദ്ധയിലുള്ളവർ ചൊന്ത അല്ലാഹു, ഗഫ്ലത്തുള്ളവർ ചൊന്ത അല്ലാഹു. ആരായിട്ടിരിക്കുന്ന അശ്രദ്ധയില്ലങ്ങ ഇതേ തന്റെ ആയുസ് തീരുമ്പോ അതൊക്കെ പേനായിട്ട് കൊസിപ്പഡ്രാവണായിട്ടിരിക്കുന്ന ഈ ഗഫ്ലത്തുള്ള തന്റെ ആയുസ് തീർന്നോ വന്നിട്ടുണ്ടോ എന്നിട്ട് 200 വർഷത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള അതൊക്കെ കൊസിപ്പടുവാനായിട്ട് അതൊക്കെ ആനന്ദിക്കുവാനായിട്ട് തയ്യാറാവുന്ന ഒരു മനുഷ്യന്റെ സംബന്ധിച്ചിട്ട് അള്ളാഹു സുബ്ഹാൻ ചൊല്ലി അങ്ങ ഗഫ്ലത്തിലായങ്ങ വിവരം എന്നിട്ടും വിവരം ഇല്ലാണ്ട് കാട്ടുന്ന ആൾമാർ ബുദ്ധിശൂന്യമായ ആൾമാർ എത്തിക്കുറങ്ങ. അതുകൊണ്ട് ഞങ്ങളെ മുൻഗാമിയായ സ്വഹാബത്ത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് അങ്ങനെ നിന്ത് ഒരു നാൾ കഴിഞ്ഞു പോണ്ട വിഷയത്തില് അങ്ങ് ഭാര്യ പേടിച്ചോണ്ടിരുന്നു. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അതിലൊരു താബി പണ്ഡിതായിട്ടിരിക്കുന്നത്. താബി ചൊന്നെങ്കിൽ സ്വഹാബത്ത് കണ്ട ഒരു മനുഷ്യനെ എത്തിക്കുന്നത്. അയാൾ ചൊല്ലു ഞാൻ ചില ആൾമാരെ കണ്ട, ചില ആൾമാർ ചൊന്നെങ്കിൽ സ്വഹാബത്തിനെ കണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കണ്ട. അങ്ങ് എങ്ങനെ ചൊന്നിട്ടെങ്കിൽ നിങ്ങൾ നിന്ത് ഒരു ദീനാറും ഒരു ദിർഹമും നിങ്ങൾ നിന്ത് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ എന്താവണം ബേജാറാവണം. ഒരു ദീനാറാവട്ടെ ഒരു ദിർഹമാവട്ടെ നിങ്ങൾ നിന്ത് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് ബേജാറാവണം. എന്നെങ്കിലും നാ കണ്ട സ്വഹാബത്ത് അങ്ങനല്ല. അതിൽ ചൊല്ലു നാ കണ്ട ആ ആൾമാരിലൂറല്ലേ, ആ റസൂലിന്റെ സ്വഹാബത്തിലൂറല്ലേ അങ്ങ ദിർഹമുക്കും ദീനാറും ഒരു ബലം കൊടുക്കാത്തക മാത്രമാ അങ്ങനെ നിന്ത് ഒരു നാൾ കഴിഞ്ഞു പോകുമ്പോ, ഒരു നാൾ അങ്ങനെ നിന്ത് തീർന്നു പോകുമ്പോ അങ്ങ് ഭാര്യ പേടിച്ചു ഇന്നോ, അങ്ങ് അള്ളാഹുട്ടി തൗബാക്കി ഇന്നോറും, അള്ളാഹുട്ടി ഇസ്തിഗ്ഫാറാക്കി ഇന്നോറും ഒരു നാൾ കഴിയുമ്പോ. എന്നിട്ട് അതിൽ ചൊല്ലു ഒരു ഉദാഹരണം നമുക്ക് പഠിപ്പാത്തുണ്ട്. ഒരു നാളില് അവസാന മഗ്രിബ് സമയാകുമ്പോ ഒരു സൂര്യ അസ്തമിക്കരുത്, സൂര്യ മുലിങ്ങി പോണ്ടു, അത് പിന്നെ പിറ്റേണ്ടായിട്ടിക്കറ് ഉദയിക്കരേ. അപ്പൊ ആ അവസാനത്തെ ഹറബത്ത് ശംസ്, ആ സൂര്യ മുളുങ്ങുടെ അവസ്ഥയിലുണ്ടല്ലേ, അത് ഞങ്ങൾക്ക് തന്റെ സൂചന എന്താ ചൊന്നിട്ടെങ്കിൽ നഖസ ഫീഹി അജൽ, നിന്റെ ഒരു നാളത്തെ ആയുസ് കുറഞ്ഞു പോയിട്ടുള്ള ചൊല്ല സൂചന എത്തിക്കറ ആ സൂര്യ ഞങ്ങൾക്ക് തന്റെ ചൊന്തോ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പാത്തുണ്ട്. പടിഞ്ഞാറ് മഗ്രിബ് ടൈമാകുമ്പോ ഞങ്ങൾ നോക്കറ സൂര്യ അസ്തമിക്കരുത്, ഞങ്ങളെ ഫോട്ടോയിൽ എടുക്കുക പോണ്ട, അതിന്റെ സൗന്ദര്യത്തെ നോക്കുക പോണ്ട. എന്നെങ്കിലും ആ ഫോട്ടത്തെ സൗന്ദര്യത്തെ കാണിയാറ അത് നക്കും നിങ്ങൾക്ക് തന്റെ സൂചന എന്താ ചൊന്നിട്ടെങ്കിൽ ഇന്റെ ഫജ്ർക്ക് ഞാൻ ഉദയിച്ച ഇപ്പൊ ഞാൻ അസ്തമിച്ചോണ്ടില്ല, ഇന്നത്തെ ഒരു നാള് നിന്റെ ആയുസ് കുറഞ്ഞിട്ട് ചൊല്ലുള്ള സൂചന എത്തിക്കര്, അത് നിനക്ക് തന്റേത്. ഇന്നത്തെ ആയുസ് സൂചിട്ട് ഇങ്ങനത്തെ പോലത്തെ ഒരു സൂര്യൻ നിന്റെ ജീവിതത്തിൽ ഉദയിക്കുന്നിട്ട് എന്തില്ല. കാരണം നാളെ ഉദയിക്കുമ്പോ ഞാൻ ഡെയിലി ഉദയിക്കിற, ഡെയിലി അസ്തമിക്കിற, എന്നിട്ട് നീ ഡെയിലി എനിക്കൊരു ചൊന്ത് ഗ്യാരണ്ടി ഇല്ല. ആ സൂര്യൻ ഞങ്ങൾക്ക് തന്റെ സൂചന എത്തിക്കര്. ഇമാം ഹസനുൽ ബസരി എന്നിട്ട് അതിൽ പഠിപ്പാട്ടുണ്ട് അദ്ദുന്യ സലാസത്തു അയ്യാം, ദുനിയാവുടെ ജീവിത ചൊല്ലെങ്കിൽ 3 നാളെത്തിക്കര്, ദുനിയാവുടെ ജീവിത ചൊല്ല 3 നാളെത്തിക്കര്. അമ്മ അംശി ഇന്നലെ കഴിഞ്ഞു പോയത് അത് ഞങ്ങളുടെ ജീവനത്തേക്ക് ഇന്ന് തിരിച്ചു പണ്ടില്ല. ഞങ്ങളെ ബാല്യകാലത്തെ ഞങ്ങൾ ഓർക്കൂടാ അല്ലെ, അതൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ കൊസിപ്പെട്ട എത്രേ കൊസിപ്പെട്ടെങ്കും ഞങ്ങളെ ജീവനത്തേക്ക് ഇന്നൊരിക്കലും തിരിച്ചു പറയാത്ത നാളിനെ എത്തിക്കുന്നത്. അത് കഴിഞ്ഞു പോയിട്ട്, അത് ഫാസ്റ്റ് തീർന്നു പോയിട്ട് അമ്മ വദൻ നാളെ ചൊല്ലത്, അല്ലെങ്കിൽ നെക്സ്റ്റ് നിമിഷ ചൊല്ലത്, അല്ലെ നാളെ ചൊല്ലത്, അത് നിക്ക് സംശയത്തിക്ക് നിക്ക് കിട്ടത്. അതിൽ പഠിപ്പാത്തുണ്ട് രണ്ടാമത്തെ ദുനിയാവുടെ നാളെ ചൊല്ലത്. കാരണം വിശുദ്ധ ഖുർആൻ വ്യക്തമായി ചൊന്നില്ലേ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഏതൊരു നഫ്സു ഗൊന്തില്ല ഞാൻ നാളെ എന്ത് പ്രവർത്തിക്കിற ചൊന്തു. ഈ ദുനിയാവുടെ മേൽ ഇല്ലേ ചൊന്തു ഒരാളും ഗ്യാരണ്ടി ചൊല്ലു സാധ്യല്ല, അതേ എത്തിക്കറ് നാളെ ചൊല്ലത്. അപ്പൊ ഇന്നാലെ കഴിഞ്ഞു പോയിട്ട് നാളെ ചൊല്ലത് നിക്ക് കിട്ടത് സംശയത്തിക്കറ് ಅಂತ ചൊല്ലു. ദുനിയാവുടെ 3ാമത്തെ നാള് ഫല്യോവും, ഇപ്പൊ നിക്ക് കിട്ടിയോണ്ടുള്ള ഈ സമയം ഉണ്ടല്ലേ, ഈ നേരമുണ്ടല്ലേ, ഇതിൽ നീ അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് ഉപയോഗപ്പെടുത്തും ചൊന്തത്തിക്കറ്. സ്വഹാബത്തിനെ കണ്ട് ഇമാ താബി പണ്ഡിതനായിട്ടുള്ള ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പാത്തത് ഇന്നാലെ പോയിത്തത് നാളെ കിട്ടും ചൊല്ല് ഗ്യാരണ്ടി ഇല്ല. എന്നിട്ട് ഇപ്പൊ നിങ്ങക്ക് കിട്ടിയോണ്ടുള്ള ഈ സെക്കൻഡുക ഈ സമയം ഉണ്ടല്ലേ, ഇത് നിങ്ങൾ അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് ഉപയോഗപ്പെടുത്തും ചൊന്തത്തിക്കറ്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പഠിപ്പാത്തത് എന്നെങ്കിലും ഇത്ര കേട്ടിട്ട് പഠിച്ചിട്ട് ആൾമാർ എന്തൊക്കെ ഉപദേശങ്ങൾ കിട്ടിയിട്ടും മനുഷ്യന്മാരിൽ ബഹുഭൂരി ആൾമാർ അശ്രദ്ധലുള്ളവരും, ദുനിയാവ് ആരായിട്ട് പ്രാശസ്ത്യ കൊടുത്തോണ്ടുള്ളവരും, ദുനിയാവുടെ ജീവിതത്തെ പിറവ് പോയിട്ടുള്ളവരും അങ്ങനെ ഒരിക്കലും അറിഞ്ഞില്ല നക്കൂർ അവസാനം ഉണ്ടുകൂടെ ചൊന്തുള്ളത്, നക്കൂർ രണ്ടുകൂടെ ഉണ്ട് ചൊന്തുള്ളത് അങ്ങ് മനസ്സിലാക്കില്ല. അതുകൊണ്ടല്ലേ ഇഹലോകത്തെ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം നമുക്ക് പഠിപ്പാത്തുണ്ട്. അള്ളാന്റെ റസൂൽ ഒരു ഉദാഹരണം പഠിപ്പാത്തുണ്ട്. ഈ ഭൂമി ലോക എന്ത്ര ചൊന്തോ ഇഹലോക എന്ത്ര ചൊന്തോ അള്ളാന്റെ റസൂൽ ഒരു ഉദാഹരണം തണ്ട്. ഏത് ഉദാഹരണം കൊണ്ടുണ്ടാ ഒരു മയ്യത്തായ ആടെ കടിച്ചിലെ ഉദാഹരണത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മർറ ബിസ്സൂഖ് ദാഖിലൻ മിൻ ബഅലിൽ ആലിഹ വന്നാസു കനഫതഹു ഫമർറ ബിജദിഹി അശഖ മയ്യിത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക ഒരു മാർക്കറ്റിൽ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരോ സഹാബത്തും പോയിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ മാർക്കറ്റിൽ പോയ സന്ദർഭത്തില് ഒരു ഭാഗത്തില് ഒരു ചെറിയ ആട് കുഞ്ഞി അത് ചത്തത് പോന്നിട്ടുണ്ടോ, അത് മയ്യത്തായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആട് കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് കേട്ട് തന്റെ സ്വഹാബത്തെത്തിക്ക എന്നിട്ട് ആട് ഒരു കാത് മുറിഞ്ഞു പോയിട്ടുണ്ടോ, ആ ആട് ഒരു കാത് മുറിഞ്ഞു പോയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെത്തിക്ക ആ കടിച്ചിട്ട് ആട്രെ കുഞ്ഞിനെ പിടിച്ചിട്ട് കേട്ട് ആ മയ്യത്തായ ആട്രെ കുഞ്ഞിനെ പിടിച്ചിട്ട് ഒരു ദിർഹം കൊടുത്തിട്ടു നിങ്ങളിൽ നിന്ന് ഈ ആട്രെ കടിച്ചിട്ട് എടുക്കിടങ്ങ ആറുള്ളൂ. സ്വഹാബത്തിന്റെ കേട്ട് ഒരു ദിർഹം കൊടുത്തിട്ടു ഈ ആട്രെ കുഞ്ഞിനെ, ഈ മയ്യത്തായ ആട്രെ കുഞ്ഞിനെ എടുക്കിടങ്ങ നിങ്ങളെ കൂട്ടത്തിൽ ആറുള്ളൂ. അപ്പൊ സ്വഹാബത്ത് ചൊന്നു, നബിയെ ഇതിനെ എടുത്തിട്ട് ഞങ്ങൾ എന്താക്കും? കാരണം അത് മയ്യത്തായിട്ട് പോയിരും, അത് ചത്തിട്ട് പോയിരും. ഇന്ന് ഒരു ദിർഹം തന്നിട്ട് എടുത്തിട്ടായി ഞങ്ങൾ എന്താക്കും സാധ്യമുണ്ട്? ആട്രെ എന്തോക്കും സാധ്യമില്ലല്ലേ നബിയെ? ഇന്ന് ഹയാത്തിന്റെ പോലും അതിലൊരു ന്യൂനത ഉണ്ടു, അതിന് കാത് പോലായിട്ട് പോയത് എന്തെങ്കിലും അതിപ്പോ മയ്യത്തായിട്ട് പോയതല്ലേ. എന്നിട്ട് ഒരു ദിർഹം തന്നിട്ട് എന്ത് ഫായ്ദ ഉണ്ടോ? അതിന് നിസ്സാരമാക്കി വിട്ടു സ്വഹാബത്ത്. കാരണം അത് വേണ്ടാണ്ട് ഞങ്ങക്ക്, അത് വേണ്ട ഞങ്ങക്ക്, അതിന് അത്രമാത്രം നിസ്സാരമാക്കി വിട്ടു സ്വഹാബത്ത്. അപ്പഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ, ഫഖാല ഫവല്ലാഹി അദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു, അങ്ങനെ ആയെങ്കിൽ അള്ളാഹുടെ തന്നേറ്റിക്കുന്ന സത്യ ഈ ചത്ത ആട് കുഞ്ഞിനെ എത്ര മാത്രം നിങ്ങൾ നിസ്സാരമാക്കിയോറ അതിനെ കാട്ടിയാർ അള്ളാന്റെ പക്കല് ഈ ദുനിയാവ് നിസ്സാരമായിട്ടിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥ ആ ആട് കുഞ്ഞിനെ നിങ്ങൾ എടുക്കുക ഇഷ്ടപ്പെട്ടില്ല, അത് എടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗമില്ല, അതിനെ നിങ്ങൾ നിസ്സാരമാക്കിയോറു എന്നെങ്കിൽ അള്ളാഹു തന്നെ സത്യ ആ ആട് കുഞ്ഞിനെ നിങ്ങൾ നിസ്സാറാക്കിയ പോലെ അതിനെ കാട്ടി എത്രമായി ആറായിട്ട് അള്ളാഹു ഈ ദുനിയാവിടെ നിസ്സാരമായിട്ട് കാണ്ട ചൊല്ലിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ ദുനിയാവ് നങ്ങ ജാവും പോലും എന്താക്കേ അധ്വാനിക്ക വേണ്ട ചൊല്ലല്ല, അധ്വാനിക്കണു ജീവിതം ഉണ്ട് ഞങ്ങക്ക്. എന്നെങ്കിലും പരലോകത്തെ നന്റെ മരണത്തെ മറന്നിട്ട് നന്റെ ആഖിറത്തെ മറന്നിട്ടില്ലേ അധ്വാനം കൂടെ വേണ്ട ചൊല്ലിട്ട് ഇസ്ലാം ചൊല്ലി. അങ്ങനത്തെ ആഖിറത്തിന് എന്റെ പാരത്രികമായ ജീവിതത്തെ മറന്നിട്ട് വേണ്ടാണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ ചൊല്ലുന്നത്, ഖുൽ മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാവുടെ ജീവിതത്തിന് ഖലീൽ. ഖുർആൻ ചൊല്ലേ എല്ലു മാത്രമേ ഉള്ള ചൊന്തു, കൊറിയ മാത്രമേ ഉള്ള ചൊന്തയിട്ടിക്കറ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടേണ്ടത് എന്തെങ്കിലും മനുഷ്യന്മാരിൽ ബഹുഭൂരി ആൾമാര് ഈ ലൗകികമായ ജീവിതത്തെ മാത്രമേ ശ്രമപ്പെട്ട് ജീവിക്കുള്ളൂ. ഇവിടെ മാത്രമേ അല്ലെ പാട് മതിയെടുക്കുകയായിട്ട് പല രൂപത്തിൽ അള്ളാഹു വിരോധിച്ച കാര്യത്തിൽ അങ്ങ് പോയിട്ടുള്ളൂ. എന്നെങ്കിൽ അങ്ങനെ വിഷയത്തിൽ ഖുർആൻ ചൊല്ല്, അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല്, നബിയെ അങ്ങനെ വിട്ടുവിടുക ആരെ ഈ ദുനിയാവ് മാത്രമേ പ്രാശസ്ത കൊടുത്ത് ജീവിക്കുന്ന ആൾമാരുള്ളല്ലേ, അങ്ങനെ വിട്ടുവിടുക. അങ്ങ് തിന്നിട്ട് സുഖപ്പെടുത്ത്. അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ അങ്ങ് തിന്നിട്ട് സുഖപ്പെടുത്ത് നബിയെ. പിന്നെ അങ്ങനെ അത്യാവശ്യം ഉണ്ടല്ലേ അതങ്ങനെ നിർലക്ഷ്യത്തെ കൊണ്ടുപോയിട്ട് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഫസൗഫ യഅലമൂൻ. നബി അങ്ങ് സത്യമേ ഭാരി മുട്ടത്തിൽ അങ്ങ് വിഷയ മനസ്സിലാക്കണോ. അതിനർത്ഥ അങ്ങ് ശിക്ഷ അനുഭവിക്കുന്ന നബി അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ. അതായത് അങ്ങ് തിന്നിട്ട് കുടിക്കട്ടെ അങ്ങനെ വിഷയം വിട്ടുവിടുന്ന നബിയെ. കാരണം അങ്ങ് ഗഫ്ലത്തിലായ ആൾമാർ, അങ്ങ് നിർലക്ഷ്യത്തുള്ള ആൾമാർ, അങ്ങ് ഈ ദുനിയാവ് മാത്രമേ പ്രാശസ്ത കൊടുക്കുന്ന ആൾമാർ എന്നെങ്കിൽ നബിയെ ഫസൗഫ യഅലമൂൻ അങ്ങ് അറിയിടോർ നബിയെ. സത്യമേ അങ്ങ് അറിയിടോർ, മുട്ടത്തിൽ അങ്ങ് അറിയിടോർ ആ വിഷയ ചെമ്മ നാളെന്ത് വേണ്ട ചൊന്തയിട്ടിക്കര് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ. അതുകൊണ്ടല്ലേ സൂറത്ത് നാസിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ, ഫഅമ്മാ മൻ തഗാ വആതറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ആര് ദുർമാർഗിയായവൻ ആര് ചൊന്നെങ്കിൽ കാലി വആതറൽ ഹയാത്തദ് ദുനിയ ദുനിയാവ് മാത്രമേ പ്രാശസ്ത്യ കൊടുത്തവൻ. ആര് വആതറൽ ഹയാത്തദ് ദുനിയ ദുനിയാവ് മാത്രമേ പ്രാശസ്ത്യ കൊടുത്തവനു ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ ഖണ്ഡിതമായിട്ടും അവന്റെ അവസാനത്തെ നില നരകമായിട്ട് ചൊല്ലുന്നു ഖുർആൻ. ആര് വിഷയം ചൊല്ലേ കാലി ദുനിയാവുടെ പേരോ മാത്രമേ പോയ ആൾമാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സെലക്ട് ആക്കിയ ദുനിയാവായിട്ടിക്കര്. അവർക്ക് പരലോക വേണ്ട, ആ ദുനിയാവ് സെലക്ട് ആക്കിയത് കൊണ്ടേറ്റിക്കര്. ഇത്തരത്തിലെ അന്യ കൗമുക ആചരണ ആക്കുന്ന പോലത്തെ ആചരണ
അങ്ങ് ആക്കിക്കൊണ്ടുള്ളത്. കാരണം എന്തേ? അങ്ങ് ദുനിയാവ് സെലക്ട് ആക്കിയങ്ങ. ഇന്നൊരു കൂട്ടാൾമാരുള്ളൂ തന്റെ റബ്ബിന്റെ സന്നിധാനത്തെ ഭയപ്പെട്ടിട്ട് തന്റെ ദേഹച്ചര കൺട്രോളിൽ വെച്ചിട്ട് ആദ്യ ദുനിയാവിൽ ജീവിച്ചന ഫൈനൽ ജന്നത ഹിയൽ മഅവ. അവൻ എത്ര അവസാനം സ്വർഗത്തിൽ ചൊല്ലുന്ന അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് കൂട്ടർ അല്ലാഹു പഠിപ്പത്തന്ന. ഒന്ന് ദുനിയാവ് സെലക്ട് ആയിട്ട് അത്ര പേരോ പോയവನು അവന്റെ അവസാനത്തെ നില നരകമൈത്തിക്കര്. ഇന്ന് അതേപോലെ ആറ് തന്റെ റബ്ബുടെ സന്നിധാന, അതായത് തന്റെ റബ്ബുടെ മുന്നല്ലക്ക് നിക്കുകൊണ്ടു ഈ ജീവിതത്തെ വിഷയത്തിൽ പ്രശ്നമുണ്ടോ അങ്ങനെ ആറൊക്കെ ബിയച്ച് തന്റെ ദേഹച്ചരെ കൺട്രോളിൽ വെച്ചോണ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ അവൻ സ്വർഗത്ത് കിട്ടു. അപ്പൊ ഏത് കൂട്ടത്തിൽ നാനു നിങ്ങ ഉല്ലച്ചും താഴ്ചനാക്കണം. ഈ ആയത്ര പ്രಕಾರ ഏത് ഭാഗത്തുള്ളേ ചൊന്നല്ല അധ്വാനിക്കുന്ന ദുനിയാവു വേണ്ട ചൊല്ലല്ലോ ഇസ്ലാം. അധ്വാനിക്കുക ചൊല്ലു, അധ്വാനിച്ച് ഉണ്ടാക്കി തെടുക്കുക ചൊല്ലു. എന്നെങ്കിൽ ആ അധ്വാനമൊക്കെ ആഖിറത്തെ മറന്നിട്ടുള്ളതാവുക തീരാ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അങ്ങനെ കേട്ട ഹദീസ് എത്തിക്കര് ദുനിയാവുടെ ജീവിതത്തിലെ 5 പ്രമുഖമായ വിഷയത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു പഠിപ്പാട്ടന്റെ ശബാബക ഖബല ഹറമിക, നിന്റെ വാർദ്ധക്യ ബണ്ടേക്ക് മുന്നോളു നിന്റെ യൗവനത്തെ നീನು ಉಪಯೋಗಪಡ್ತು ಚೊಂತು ಮಹಾನಾಯ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ನಿಕ್ಕು ವಾರ್ಧಕ್ಯ ಬಂಡು ನೀನು ಉಮ್ಮಡೆ ಬೈത്തിൽ ನಿಂತು ದುರ್ಬಲಾವಸ್ಥೆയിൽ വന്ന നിക്ക് അല്ലാഹു താക്കത്ത് തന്ന പാടും നീ ദുർബലാവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ആ വാർദ്ധക്യ ബണ്ടേക്ക് മുന്നോളു നിന്റെ യൗവനത്തെ നീನು ಉಪಯೋಗಪಡ್ತು ಚೊಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസിഹതക ഖബല സഖമിക, ನೀನು ರೋಗಿಯಾವಡೇಕು ಮುನ್ನೋಳು, ನೀನು ರೋಗಿಯಾವಡೇಕು ಮುನ್ನೋಳು, ನೀನು ರೋಗಿಯಾವಡೇಕು ಮುನ್ನೋಳು നിന്റെ ആരോഗ്യത്തെ നീ നല്ലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ സഹോദരന്മാരെ, ഈ പള്ളിക്ക് കടന്നു വന്ന സമയത്തില് ഒരു സഹോദരനെ ഞങ്ങൾ അവിടെ കണ്ട, എല്ലാരും ഞങ്ങൾ കണ്ട. ആ സഹോദരന്റെ സ്ഥിതി ഞങ്ങൾ മനസ്സിലാക്കിയ സഹോദരന്മാരെ, ആരോഗ്യം എത്ര വലിയ നിഅമത്ത് ചൊന്തു, എത്ര കോടി കൊടുത്തെങ്കോ അത് കിട്ടില്ല ചൊന്തല്ലേ. ആ പാഠമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരനെ ഞങ്ങൾ മുന്നിൽ ദൈപ്പാട്ടിട്ട് അല്ലാഹു ഞങ്ങൾക്ക് പഠിപ്പാട്ടുന്നത്. ഞങ്ങൾ പല ആൾമാർ ഞങ്ങൾ വേച്ച നന്റെ സമ്പത്തുനിന്ന് ഞാൻ എന്തിനാ ഞാൻ ഏതാ ചൊന്തു പല ആൾമാർ കരുതി പോയവരു. എന്നെങ്കിൽ ഇത്തരത്തിലെ അവസ്ഥകളെ ദൃഷ്ടാന്തങ്ങളെ കാണുമ്പോ ഞങ്ങൾ മനസ്സിലാക്കണു അല്ലാഹു നക്ക് തന്നെ നിഅമത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ രണ്ട് നിഅമത്ത്. അതേ വിഷയത്തിൽ മനുഷ്യന്മാരെ അശ്രദ്ധരായിട്ടിരിക്കുന്നു. ഒന്ന് ആരോഗ്യ, പിന്നൊന്ന് അങ്കി കിട്ടിയ ഫ്രീ ടൈം ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ രണ്ടും മനുഷ്യന്മാരെ അശ്രദ്ധയിട്ടിരിക്കുന്നു. ആ സഹോദരനെ സംബന്ധിച്ചിട്ട് അതൊരു പരീക്ഷ എത്തിക്കണം. അല്ലാണ്ട് എല്ലാവർക്കും ഓരോ പരീക്ഷ അല്ലാഹു കൊടുക്കലല്ലേ. ലാസ്റ്റ് ഖുതുബത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, സൂറത്ത് മുഹമ്മദില് അല്ലാഹു പഠിപ്പാട്ടല്ലേ വലനബ്ലുവന്നകും ഹത്താ നഅലമുൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലുഹും അഖ്ബാറ. വിശുദ്ധ ഖുർആൻ ചൊല്ലില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ ആര് ത്യാഗ സഹിക്കുന്നങ്ങ, അതേപോലെ സ്വബർ എടുക്കുന്നങ്ങ, അതേപോലെ നിങ്ങളുടെ സ്ഥിതിഗതി പുറത്തു പണ്ടോത്തോളും ഞങ്ങൾ നിങ്ങളെ പരീക്ഷാക്കുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് മുഹമ്മദില് അല്ലാഹു വ്യക്തമായിട്ട് പഠിപ്പാട്ടണ്ടേ. അല്ലാഹു സുബ്ഹാനഹു തആല സഹോദരർക്ക് പരിപൂർണമായ ആരോഗ്യത്തെ അല്ലാഹു സിഫത്ത് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പള്ളിയിൽ നിന്ന് കടന്നു പോകുമ്പോ ഞങ്ങൾ എന്ത് സാധ്യത സഹോദരനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നു. അതൊക്കെ അല്ലാഹു ഞങ്ങൾ മുന്നിൽ വെക്കുന്ന ദൃഷ്ടാന്തായിട്ടിരിക്കുന്നത്. ഞങ്ങൾ എന്താവണം ചൊല്ലില്ലേ ഇന്നത്തെ ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ചൊല്ലു അല്ലാഹു കാട്ടി തന്റെ ചില പാഠങ്ങൾ എത്തിക്കുന്നത്. ആ പാഠത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ജീവിച്ചെങ്കിൽ അല്ലാഹു ഞങ്ങൾക്ക് തന്റെ സ്വർഗം എത്തിക്കരുത്. ആ വിഷയം എനിക്ക് സ്പഷ്ടത മനസ്സിലാക്കണം. അല്ലാണ്ട് ഈ ദുനിയാവുടെ ജീവിത ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുള്ളത് അല്ലാഹു ഇത് തന്നത് ബദലായിട്ട് ഒരു പരീക്ഷ ഉണ്ട്. അല്ലാഹുടെ പലയിടം തൊല്ല പരീക്ഷ ഉണ്ട്. അത് സാമൂഹികമായിട്ടിക്കോ വ്യക്തിപരമായിട്ടിക്കോ എങ്ങനെയായിട്ടിക്കോ അള്ളാന്റെ പരീക്ഷ ഒന്നൊന്നായിട്ട് ഞങ്ങൾ പെറോത്തിൽ പണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്ക് സീക്ക് പണ്ടേക്ക് മുന്നോളൂ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യ പണ്ടേക്ക് മുന്നോളൂ നിന്റെ ഐശ്വര്യത്തെ നിക്ക് അല്ലാഹു തന്നെ സമ്പത്തുണ്ടല്ലേ. അതുകൊണ്ട് നീ അഹങ്കരിക്കണ്ട, കിബ്ർ കാട്ടണ്ട. കാരണം നിന്റെ ശരീരത്തെ ഒരു നരമ്പ പരിപ്രായി പോയെങ്കിൽ നീ ആരുമല്ല സ്വന്തമായിട്ട് അള്ളാഹു മനുഷ്യന്മാർക്ക് അതിലൂടെ പാഠത്തെ ഞങ്ങൾക്ക് വെടിപ്പാട്ടണ്ട. അതുകൊണ്ട് അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്ക് ദരിദ്ര പണ്ട് നിക്ക് ദാരിദ്ര്യ പണ്ടേക്ക് വന്നോളൂ അള്ളാഹ് നിക്ക് തന്നെ സമ്പത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്ത്. അതേപോലെ
സുഗലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട് നീ ബിസി ആവടേക്ക് മുന്നോളൂ നിന്റെ ഫ്രീ ടൈമിൽ നീ ഉപയോഗപ്പെടുത്തണു അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയാതക ഖബ്ല മൗതിക നിന്റെ മരണബണ്ടേക്ക് മുന്നോളൂ നിന്റെ അള്ള തന്നെ ഈ ജീവനത്തിന് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തും ചൊല്ലോ ഞങ്ങളെ നേതാവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട് ഈ 5 കാര്യം ഞങ്ങൾ ജീവിതത്തിൽ എപ്പോഴും മറക്കാണ്ട് സൂക്ഷിക്കണം. ഒന്ന് വയസ്സ്, അത് ഞങ്ങൾ എത്ര ഗ്യാരണ്ടി ഇല്ല, ഇന്ന് ഞങ്ങൾക്ക് വയസ്സ് പണ്ടെന്ന് ഗ്യാരണ്ടി എത്തിക്കരുത്. രണ്ടാമത്തേത് ആരോഗ്യ, അത് എപ്പോ അള്ളാഹു തീർച്ചയായിട്ടും ചൊല്ലു സാധ്യമല്ല. അതേപോലെ ദാരിദ്ര്യ, അത് എപ്പോ ബണ്ട് ചൊല്ലു സാധ്യമില്ല. അതേപോലെ ഞങ്ങൾ എപ്പോ ബിസി ആവട ചൊല്ലു സാധ്യമില്ല. അതേപോലെ ഞങ്ങൾക്ക് എപ്പോ മരണ ബണ്ട് ചൊല്ലു സാധ്യമില്ല. അതൊക്കെ മുന്നോളൂ അള്ളാഹു നന്റെ എന്ത് പഠിപ്പാത്തന്നെ അല്ലെ തബാരകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു നിങ്ങൾക്ക് മരണത്തെ ഹയാത്തിനെ തന്നരെ ആരെത്തിക്കോ ഈ ഭൂമി ലോകത്തില് നല്ല രൂപത്തില് അഹ്സനായിട്ട് ആരൊക്കെ അമലെടുത്ത് പരീക്ഷിക്കുക വേണ്ടിയിട്ട് അള്ളാഹു ഈ ഭൂമി ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നരെ. അതുകൊണ്ട് അള്ളാഹിന്റെ സൂക്ഷിച്ച് ജീവിക്കണു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബത്തില് ഫസ്റ്റ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ പലകേറ്റേക്കരെ നിങ്ങൾ അള്ളാഹിന്റെ സൂക്ഷിച്ച് ജീവിക്കണു. കാരണം നിങ്ങൾ ആ റബ്ബിയുടെ പക്കൽക്ക് പോണുമില്ലെങ്കിൽ ചൊല്ലു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പുതിയ വർഷ ആചരണം ചൊല്ലത് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ആചരണാക്കില്ല. എന്നിട്ട് ഞങ്ങളെ മക്കൾ നോക്കുന്നു ഇന്ന് വെള്ളിയായിൽ വേണ്ട തലമുറയുടെ അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടോ അതുകൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നോർത്തോളം അള്ളാഹു റസൂൽ പഠിപ്പാൻ തന്നെ മാർഗത്തില് അടിവച്ച് ജീവിക്കുന്നു. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കും ഈമാനോട് കൂടി മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശനുസരിച്ച് ജീവിക്കുന്ന സ്വന്തം നഫ്സിനെ മറക്കാണ്ട് ഓരോരുത്തട്ടിಗೆ ഉപദേശ ആക്കിയിട്ടില്ല, വസിയത്താക്കിയിട്ടില്ല. സഹോദരന്മാരെ, രണ്ടാമത്തെ ഖുതുബത്തിൽ ഒരു 2-3 വിഷയം ഞങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇന്നലെ ഡിസംബർ 25 ഞങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತಿಲ್ಲ ವಿಷಯ ನಸರಾನಿಂಗ ಕ್ರಿಸ್ಮಸ್ അങ്ങ് ആഘോഷാക്കിയರು. അതങ്ങനെ ഒരു ആചരണത്തിക്ക് അങ്ങ് ആചരിക്കട്ടെ. കാരണം ഈ ഭൂമി ലോകത്തില് അള്ളാഹു ഹൈക്കുള്ള സ്വാതന്ത്ര്യത്തെ കൊടുത്ത ആർക്ക് ഏത് മാർഗ വേണമെങ്കിലും സ്വീകരിക്കാം. എന്തെങ്കിലും പലരും പരലോകത്ത് രക്ഷപ്പെട്ടേ അള്ളാഹുടെ ആ മാർഗത്തിൽ ജീവിച്ചോരു അങ്ങ് മാത്രമേ പരലോകത്ത് ജീവിക്കരുത്. എന്നെ സഹോദരന്മാരെ, ക്രിസ്മസ് ചൊന്നെങ്കിൽ എന്തിരത്തിക്കര് ನಂಗೊಂದುಂಡು 2 ಕೂಟರು ಅಲ್ಲಾಹು ಮೋನ್ ಉಂಡಾಕ್ಯವರು. ಒಂದು ಯಹೂದಿಮಾರ್ ಹುಸೈರ್ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಂ ಮೋನ್ ಹಾಕ್ಯವರು. ಇನ್ನೊರು ಕೂಟರು ನಸರಾನಿಗ ಚೊಂದೆ ನಂಗೆ ಇಪ್ಪ ಚೊಲ್ಲಲ್ಪಟ್ರಿ ಕ್ರಿಶ್ಚಿಯನ್ಮಾರ್. ಹಿಂಗ ಈಸಾ ಅಲೈಹಿಸ್ಸಲಾಂ ಮರಿಯಮ್ಮಡೆ ಮೋನ ಈಸಾ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಮಡೆ ಹಂಗ ಎಂದ್ರಾಕ್ಯವರು ಮೋನ್ ಹಾಕ್ಯವರು. അപ്പൊ ഈ മോന് അള്ളാഹു മോന് ഉണ്ടാക്കുന്നത് ചൊല്ലത് ഇത് എത്രമാത്രം ഒരു അപരാധമായിട്ടില്ലേ, എത്രമാത്രം ഗൗരവത്തില്ലേ ഒരു വിഷയ ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനില് സൂറത്ത് മരിയമില് 88, 89, 90, 91 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പാത്തന്നെ. കാരണം ഇത് ചൊല്ലു കാരണം എന്ന് ചൊന്നെങ്കിൽ സഹോദരന്മാരെ, സൗഹാർദ്ദം ചൊല്ല അത് വേണു. അത് മനുഷ്യന്മാരിലുള്ള നടുലുള്ള സൗഹാർദ്ദം എത്തിക്കരുത്. അല്ലാണ്ടെ പരസ്പര ആശയത്തെ വിനിമയമാക്കിയിട്ടുള്ള ഒരു സൗഹാർദ്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തന്നില്ല. അതുകൊണ്ടല്ല അള്ളാന്റെ റസൂൽ അത്രമാത്രം കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നേ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കാട്ടിട്ടുണ്ടെങ്കിൽ നബിക്ക് എത്ര റാഹത്ത് ജീവിതം അള്ളാന്റെ റസൂൽ കിട്ടാൻ നബിരെ മരണത്തോട് വഫാത്തോടത്തുള്ള ജീവിതത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പ്രയാസത്തെ പ്രതിസന്ധി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അല്ലെ മുശ്രിക്കീങ്ങളെ കയ്യില്, അതേപോലെ മുനാഫിക്കീങ്ങളെ നേരെ, അതേപോലെ യഹൂദിമാരിൽ നിന്ന്, അതേപോലെ നസ്രാനികളിൽ നിന്ന്, എത്ര വിഭാഗത്തിൽ നിന്ന് അള്ളാന്റെ റസൂലും സഹാബത്ത് പല രൂപത്തിലുള്ള പരീക്ഷണ നേരിട്ട്. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പാട്ടി കൊടുത്തെങ്കിൽ അള്ളാന്റെ റസൂൽ അത് കൃത്യമായിട്ട് അതനുസരിച്ച് ജീവിക്കണം. ആ ജീവിതത്തിക്ക് ഞങ്ങൾ എടുക്കാനായിട്ടില്ലത് അല്ലെ. എന്നിട്ടെങ്കിൽ ആ റസൂലിനെ ഒരു ചെറിയ പോലും യാറോ കൂടി കാട്ടാണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് എത്ര ആൾ എതിർത്തെങ്കും ശാന്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആ റസൂൽ കൊടുത്ത വഹിയിൽ നിന്ന് ഒരു ചെറിയ ആറ് കൂടി കാട്ടിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
என்னன்ட்டாங்க அல்லாஹு மோனுண்டாக்குறது சொல்றது. அல்லாஹ் சுப்ஹான் சொல்றா வகாலு தஹத ரஹ்மானு வலதா லகத் ஜிஅதும் ஷைஅன் இத்தா. ரஹ்மானாய ரப்புகு ಸಂತಾನ ಉಂಡು ಚೊಂತು ಅಂಗ ಚೊಲ್ನೋರು ಆರು ನಸರಾನಿಗ ಚೊನ್ನೋರು ಯಹೂದಿಮಾರ್ ಚೊನ್ನೋರು ಅಲ್ಲಾಹು ಆರುಂಡು ಸಂತಾನ ಉಂಡು ಚೊನ್ನೋರು ಏನಂತಂಗ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನ್ ಚೊಲ್ಲೆ ಲಕದ್ ಜಿഅതും ഷൈഅൻ ഇദ്ദാ അങ്ങാക്കെ ആരോപ എത്രമാത്രം ഗംഭീരമായത് ചൊല്ല് അല്ലാഹു സുബ്ഹാൻ ചൊല്ലെ. ആ സന്ദർഭത്തില് തകാദുസ് സമാവാതി യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആകാശങ്ങ പൊടി പൊടിയായിട്ട് പോണ്ട പോലെ, ഭൂമിങ്ങ പൊട്ടി പോണ്ട പോലെ, പർവ്വതങ്ങ പൊടി പൊടിയായി പോണ്ട പോലെ അനുഭവപ്പെട്ട് ചൊന്തത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാത്തന്റെ. എന്തുകൊണ്ട് റഹ്മാനി വലദ റഹ്മാനായ റബ്ബുക്ക് മോനുണ്ട് ചൊന്നപ്പ നോക്കൂ. അല്ലാഹു സുബ്ഹാൻ ചൊല്ലേ നോക്കൂ, പല രൂപത്തില് ബെല്ലെ ബെല്ലെ ദുരന്തങ്ങൾ സംഭവിച്ച തിങ്കളായിട്ട് ഡിസംബർ തിങ്കൾ അല്ലേ. അതിനർത്ഥം ഈ തിങ്കൾ നല്ലല്ല ಅಂತಲ್ಲ. എന്തുകൊണ്ട് ഇങ്ങനത്തെ ബെല്ലെ ബെല്ലെ ദുരന്തങ്ങൾ ചരിത്രത്തിൽ നോക്കി ഞാൻ കാണുകിട്ട് സുനാമി പോലത്തേത് പല രൂപത്തിലുള്ള ബെല്ലെ ബെല്ലെ ദുരന്തങ്ങൾ സംഭവിച്ച തിങ്കൾ. എന്തുകൊണ്ട് അല്ല ചൊന്നത് തകാദുസ്സമാവാതി യതഫത്തർന, അതായത് ആകാശവും ഭൂമിയും പർവ്വതത്തിനും അള്ളാഹു മോനുണ്ട് ചൊന്തങ്ങ വാദിച്ചപ്പ അതിൽ ഉൾക്കൊള്ളും സാധിച്ചിട്ടില്ല. ആ വിഷയത്തെ ഉൾക്കൊള്ളുമ്പോ പർവ്വതത്തിനും ഭൂമിക്കും ആകാശത്തും സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ അപ്പുറത്ത് അഫി ക്രിസ്മസ് ചൊല്ലുക പോണ്ടേ? ഏത് ആധാരത്തമില്ല അഫി ക്രിസ്മസ് ചൊല്ലുക പോണ്ടേ? അത് കച്ചവട രംഗത്തിലാവട്ടെ ഏതിലാവട്ടെ. ചിലർ ചൊല്ലു അതൊക്കെ ഞങ്ങൾക്ക് ബാന്യത ഇല്ല. അങ്ങനത്തെ ഒരു കച്ചവടം വേണ്ട ഞങ്ങൾക്ക്, അങ്ങനത്തെ ഒരു കച്ചവടം വേണ്ട ഞങ്ങൾക്ക്. കാരണം അള്ളാഹുടെ ഇത്ര മാത്രം അള്ളാഹു കോപിക്കുന്ന പോലത്തെ വിഷയ ആകാശ ഭൂമിക്ക് പർവ്വതങ്ങൾ ഉൾക്കൊള്ളുകാവത്തെ വിഷയ ഞങ്ങൾക്ക് വേണ സഹോദരന്മാരെ, വേണ. ഒക്കെ ഇതൊക്കെ പരലോകത്ത് ഉത്തരവ് കൊടുക്കില്ലേ? എത്ര ആൾമാർ ഞങ്ങളെ സമുദായത്തിൽ പെട്ടെ അങ്ങനെ കാട്ടിയാറ് ഞങ്ങൾ ഇപ്പൊ ക്രിസ്മസ് ആഘോഷാഗ്രഹമല്ല. അതുകൊണ്ട് ആശയവിനിമയാക്കിയിട്ട് ഒരു രൂപത്തിലെ സഹോദരത്തെ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാത്തന്നില്ല. ആദർശമേറ്റിക്കര് ലക്കും ദീനുക്കും വലിയ ദീൻ ചൊന്തല്ല ആയത്തെന്തുക്ക് അത് അവന്റെ ദീൻ അവൻക്കും നക്ക് നന്റെ ദീൻ നക്ക് അനുസരിക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ പോയിട്ട് അവന്റെ ആദർശത്തെ ഞാൻ എടുത്തിട്ടല്ലേ നന്റെ ആദർശം അവൻ എടുക്കില്ല. അതുകൊണ്ട് ദീനിൽ ആ ഒരു രൂപത്തിലെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയില്ലേ കുൽ ഹുവല്ലാഹു അഹദ്. നബിയെ ചൊല്ലു കൊടുക്കുന്നു അല്ലാഹു വർത്ത അല്ലാഹു സമദ്. അല്ലാഹ് എല്ലാവരും അവന്റെ ആശ്രയത്തില്ല. ലം യലിദ് വലം യൂലദ്, അവനുക്ക് സന്താനമില്ല, അവനാര സന്താനമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനുക്ക് സരി സമാനമായിട്ട് ആരുമില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാൻ തന്നെ ചെറിയ ഒരു സൂറത്തായിട്ട് കുൽ ഹുവല്ലാഹു അഹദ് ഹുവ അവനു അഹദ്. അഹദ് ചൊന്നെങ്കിൽ ഒന്നേറ്റിക്കര് ഒരുത്തനേറ്റിക്കര് പിന്നെ അവനുക്ക് വേറെ അവിടെ ആരുമില്ല സ്വന്തമായിട്ട് അല്ലാഹു വ്യക്തമാക്കിയിട്ട് നമുക്ക് പഠിപ്പാൻ തന്ന. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹാപ്പി ക്രിസ്മസ് അപ്പുറത്തിന്റെ ആശംസ കൊടുക്കുമ്പോ സൂക്ഷിക്കുന്നു. അത്രമാത്രം അപകടമില്ലേ വിഷയത്തിക്കര്. ഇത് നസ്രാനിയെ കൊണ്ടു നടന്നിട്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഉമ്മത്തില് ചില നാളുകളെ ഞങ്ങളെ സഹോദരിമാർ കൊണ്ടു നടത്തുള്ളൂ. അതില് വിവാഹ വാർഷിക ചൊന്തിന്റെ പല ആൾമാർ മനസ്സിലാക്കുന്നു. ഇത് കുത്തുബത്ത് മനസ്സിലാക്കും സഹോദരന്മാരെ. ഇതൊക്കെ അള്ളാഹു തൃപ്തിപ്പെടാത്ത വിഷയത്തിക്കര്. ഒരു വർഷം എങ്ങനെയായാലും പിന്നെ ഒരു വർഷം കൂടെ ഉണ്ടായെങ്കിൽ കേക്ക് മുറിച്ചിട്ട് പല രൂപത്തില് ദാവത്താക്കിയിട്ട് ആർക്ക് സഹോദരന്മാരെ ആർക്ക് ഇതൊക്കെ കാട്ടുകൂ? ഇതൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടന. ഒരു വർഷം അള്ളാഹ് തന്നില്ല ഞങ്ങൾ ദാമ്പത്യ ജീവിത അൽഹംദുലില്ലാ. അള്ളാഹു ഒരു ശുക്ർ പോലും ഇല്ല. എന്നിട്ടല്ലേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളല്ല തീർത്തില്ല. മക്കളെ ബർത്ത്ഡേ ഇനി ആരെ ഉണ്ട് ഞങ്ങൾ സമൂഹത്തില് മക്കള് ബർത്ത്ഡേ ആക്കുന്ന സഹോദരന്മാരെ ഒരു വർഷം അള്ളാഹു നക്ക് തന്നെ ഒരു കുഞ്ഞായിട്ടിക്കര് കിടാവായിട്ടിക്കര്. ആ കിടാവിടെ നല്ല രൂപത്തിലെ ദീനിപരമായ രൂപത്തിൽ ബന്ധമായിട്ട് അള്ളാഹു എന്നിട്ട് നിർദ്ദേശിച്ചത്. എന്നെങ്കിൽ ആ കിടാവ് ഒരു വർഷമായാൽ പിന്നെ അതിലും കേക്ക് വെച്ചിട്ടും മുറിച്ചിട്ടും തിന്നിട്ടും എല്ലാം ആക്കിയിട്ടും ബർത്ത്ഡേ ആഘോഷാക്കിയ ആൾമാരിലോರು. അതേപോലെ ഇപ്പ മങ്ങിലത്തെ പേരിൽ പല നമ്പത്തില്ലേ മങ്ങിലത്തെ 4-5 നമ്പത്തിലുള്ള കാര്യക്രമങ്ങൾ വന്നത്. അതേപോലെ ഇന്നിപ്പോ ഒരു പുതിയത് വന്നത് എന്തത് മാം ടു ബീച്ച് ഒന്നായിട്ടിക്കര്. ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി സഹോദരന്മാരെ ആ പ്രഗ്നന്റ് ആയ പെണ്ണിനെ നിപ്പാട്ടിട്ട് മക്കളെല്ലാം നിപ്പാട്ടിട്ട് കുടുംബത്തങ്ങളെ നിപ്പാട്ടിട്ട് കേക്ക് മുറിച്ചിട്ട് അവസാന തന്റെ പെഞ്ഞായിട്ട് കൊട്ടത്തെ എടുത്തിട്ട് ആ മൊബൈലിന്റെ സ്റ്റേറ്റസ് എടുത്തിട്ട് പല ആൾമാരെ കണ്ണ് കാണിക്കുന്ന പോലത്തെ അവസ്ഥ എത്തിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തില്. ഇങ്ങൊക്കെ കൈ കെട്ടിട്ട് ഞങ്ങൾ നിസ്കരിക്കുന്നത് എന്ത് ചൊല്ലേ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഞാൻ ഒന്നാമത്തെ മുസ്ലിം ചൊന്ന് കൈ കെട്ടി ചൊന്ന മുസ്ലിമായ മനുഷ്യൻ
ഇത്തരത്തിലുള്ള ഡേങ്ങളെ ആചരിക്കുമ്പോൾ മനസ്സിലാക്കുന്നു ആ അവലും മുസ്ലിം ചൊല്ല പദത്തിക്ക് വിരുദ്ധമല്ലേ ഇത്തരത്തിലുള്ള ഡേങ്ങ ഇത്തരത്തിലുള്ള ചപ്പുറച്ചവറുങ്ങ അതുകൂടി ഞങ്ങൾ മനസ്സിലാക്കും സഹോദരി. ഇതൊക്കെ ഇസ്ലാം പഠിപ്പാട്ട് തെറ്റിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുമക്കളും ഞങ്ങൾ പെണ്ണുങ്ങളും ഈ ഭാഗത്തേക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കുന്നു. കാരണം ഇത് യാറ് പണ്ടിന്റെ പെണ്ണുങ്ങളുടെ ഭാഗത്തിൽ തെറ്റിക്കരുത്, പെണ്ണുമക്കളുടെ ഭാഗത്തിൽ തെറ്റിക്കരുത്. ഇത്തരത്തിലുള്ള മോം ടു ബീച്ച് ഉണ്ടോ അതേപോലെ മഞ്ഞിത്ത് മോഹത്തിൽ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ ആണിങ്ങ യാർ ഇത് കൊടുക്കില്ല എന്തെങ്കിലും പെണ്ണുങ്ങളുടെ ഭാഗത്ത് തെറ്റിക്കരുത്. ഇത്തരത്തിലുള്ള സംഭവിച്ച ഞങ്ങളെ പെണ്ണായിമാർക്കും ഞങ്ങളെ മക്കൾക്കും ഇത്തരത്തിലുള്ള വിഷയത്തെ പരിപാടി കൊടുക്കും. കാരണം ഇത് അള്ളാഹു തൃപ്തിപ്പെടാത്ത വിഷയത്തിക്കരുത്, അള്ളാഹു തൃപ്തിപ്പെടാത്ത വിഷയത്തിക്കരുത്. അള്ളാഹുനക്ക് മഞ്ഞായിട്ട് ഓരോ അള്ളാഹു സമയം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ശുക്രാക്കണല്ലാണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യത്തെ ഇസ്രാഫിനെ ആക്കുക അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, അവസാനമായിട്ട് ഒരു വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഇത് അള്ളാഹുടെ ഭവനമായിത്തിക്കര്, അള്ളാഹുടെ പള്ളിയായിത്തിക്കര്, ഇതൊക്കെ നല്ല മഹത്വം ഉണ്ടോ. അതുകൊണ്ട് ചെമ്മത്തെ ആൾമാർ ഗൊന്തിന്നത്തെ ഗൊന്തില്ല അത് നാനാവട്ടെ നിങ്ങാറ് വേണ്ടാവട്ടെ പള്ളികൾക്ക് ഞങ്ങൾ പലക്ക് പരിക്കുത്തീര സഹോദരന്മാരെ, യാതൊരു വിഷയം കൂടെ ഇതിനൊക്കെ ചർച്ചയാക്കുത്തീര. ഇത് ഭാര്യയെ റെസ്പെക്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില് പുതിയ സ്വഹാബിമാര് മദീനത്തെ പള്ളിയില് അങ്ങനെ ഒരു വിഷയത്തെ ചർച്ചയാക്കി ശബ്ദം ഉയർത്തുമ്പോ അള്ളാന്റെ റസൂൽ അങ്ങനെ ഓടി പാടിയിട്ട് പള്ളിയില് പുറത്തു പോകുന്ന ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂൽ. കാരണം അത് കൂടി ചർച്ചയാക്കുന്ന വിഷയം, അത് പള്ളിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാവട്ടെ. പള്ളിയുടെ ഉൽഗ വഖഫായ പക്കത്ത് ഉൽഗ അത് പാടില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിൽ പുറത്തു പോയിട്ട് പള്ളിക്ക് സംബന്ധിച്ചിട്ടുള്ള വിഷയം. കാരണം ഇത് ഇബാദത്ത് എടുക്കുകയില്ല പക്കൈത്തിക്കര്, ഇത് അള്ളാഹു സുജൂദ് എടുക്കുകയില്ല പക്കൈത്തിക്കര്. അതുകൊണ്ട് ആ വിഷയത്തെ ഭാര്യ ഗൗരവത്തെടുക്കും. ഇൻഷാ അല്ലാഹ് മുന്നോട്ട് ഖുതുബത്തിൽ ആ വിഷയത്തെ ഞങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്ര കാര്യത്തെ സഹോദരന്മാരെ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ചൊന്നത് അള്ളാഹു തൃപ്തിപ്പെടാത്ത വിഷയത്തിക്കര്. ഇത് ആരുമ ബേജാറാക്കുക, ആരുമ ബുദ്ധിമുട്ടുണ്ടാക്കുക ചൊന്നതല്ല. ചൊല്ലെ നാനും കേൾക്കുന്ന നിങ്ങൾ വരും. കാരണം ഈ ജീവിതത്തെ വിഷയത്തിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പ്രശ്നം കേൾക്കില്ലേ സഹോദരന്മാരെ, കൃത്യമായിട്ടുള്ള ഉത്തരല്ലേ ഞങ്ങൾ അവിടെ കൊടുക്കില്ലേ. ഏതെങ്കിലും വിഷയം ഞങ്ങൾ മറിഞ്ഞു വെക്കുക സാധ്യത ഉണ്ടാ ഇല്ല. എല്ലാം കൃത്യമായിട്ട് ഹിസാബുഹും നിങ്ങൾ ഹിസാബ് മുട്ട എത്തിയിട്ടുണ്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന സമയം, ഇന്ന് കിട്ടുന്ന ടൈമുങ്ങ, ഇന്ന് കിട്ടുന്ന നേരങ്ങ അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അവസാനമായി ചൊല്ലുള്ളത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലില്ലേ, ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിൽ ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമർ റളിയല്ലാഹു അൻഹു പലക്കണങ്ങൾക്ക് ചൊല്ലു, നിന്റെ നാളെ അള്ളാഹു വിചാരണ ആഗ്രഹിക്കും മുന്നോലു സ്വയം നിന്റെ നീന്ന് വിചാരണ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരങ്ങൊരു നേരത്തേക്ക് പോകുമ്പോ ഇന്നത്തെ നാളില് എന്ത് എന്റെ ജീവിതം സംഭവിച്ച ചൊല്ലുള്ള ഒരു വിചാരണ പ്രതി ഓർത്തരം എടുക്കണം. കാരണം വരങ്ങിട്ട് പിറ്റേന്ന് എനിക്ക് ചൊല്ലുന്നെങ്കിൽ ഗ്യാരണ്ടി ഇല്ല സഹോദരന്മാരെ. അതുകൊണ്ട് ഏത് സമയത്തിലും ഏത് നേരത്തും മരണ ചൊല്ല അതിഥി ഞങ്ങൾ മുട്ട പണ്ട് കയ്യെ കാലും നീട്ടൽപ്പെട്ടേ സഹറാത്ര മരണം ഉണ്ടല്ലേ. ആ മരണം നിങ്ങൾ മുന്നിൽ എത്ര ചൊന്തൈത്തിങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പത്തന്റെ ആ സമയത്തില് ഞങ്ങൾക്ക് സഹായിയായിട്ട് കിട്ടത് ഞങ്ങളുടെ അമല് മാത്രമേ എത്തിക്കരുത്, ഞങ്ങളുടെ നന്മ മാത്രമേ എത്തിക്കരുത്. അതുകൊണ്ട് ആ അമൽ എടുക്കുക ഞങ്ങൾ കോശിശാക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നവർത്തോളം അള്ളാന്റെ മാർഗത്തില് അള്ളാന്റെ റസൂൽ പഠിപ്പത്തന്റെ മാർഗത്തില് അടിവച്ച് ജീവിക്കുക. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.